ഒരു കത്തി കൊണ്ട് ഒരാളെ കുത്തിയാൽ മുറിവേൽക്കുന്നത് അത് ആ മനുഷ്യൻ്റെ ശരീരത്തിലാണ്. അതിൽ നിന്ന് ചിലപ്പോൾ ചോര വന്നേക്കാം. കുറച്ച് ദിവസം കൊണ്ട് ആ മുറിവെന്തയും ഉണങ്ങും. പക്ഷെ ചില വാക്കുകൾ കൊണ്ട് ഒരാളെ മുറിവേൽക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചെന്ന് തറക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ്. ആ മുറിവിൽ നിന്ന് ചോരയൊന്നും വരില്ല, പക്ഷെ ആ വേദന ഒരു ജന്മം മുഴുവൻ ആ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഇതുപോലെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ കൊല്ലുന്ന ഒരു വിഭാഗം മനുഷ്യരെ കുറിച്ചാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ആർക്കും ആരെയും എന്തും പറയാ എന്ന അവസ്ഥയിലായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വ്യാജ ഐഡികൾ ക്രിയേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒരാളുടെ വർഗത്തെയും ഒരാളുടെ രൂപത്തെയും കരിയറിനെയും കുടുംബത്തെയും പറ്റി അനാവശ്യമായിട്ട് അധിക്ഷേപിക്കുന്ന സൈബർ ബുള്ളീസ് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു ഇന്നത്തെ കാലത്ത്. നമ്മൾ പലപ്പോഴും ചേർത്ത് പിടിക്കാൻ നോക്കുന്നില്ല, അവരെ എങ്ങനെ അടിയിലേക്ക് കൊണ്ടിടാം എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് തകർത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു നല്ല വാക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് തകർക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? ചിലപ്പോൾ തമാശക്ക് പറയുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് രാത്രി ഉറക്കമില്ലാതെ തലയാണിയിൽ കണ്ണും പൊട്ടിക്കരയുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ ചിലപ്പോൾ തമാശക്ക് പറയും, നിന്നെക്കൊണ്ടൊന്നും ആവില്ല, നീ ഒരു ശാപമാണ്, പിന്നെ നീ ജീവിച്ചിരുന്നിട്ടൊക്കെ എന്താ കാര്യം? ഇങ്ങനെയുള്ള ക്രൂരമായ വാക്കുകൾ കേട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ പേരുണ്ട്. എടാ, നമ്മൾ മറ്റുള്ളവർക്ക് തണലാകുക. അതുപോലെ തന്നെ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ 2 വട്ടം ചിന്തിക്കണം. അത് മറ്റുള്ളവർക്ക് നന്മ നൽകുന്നതാണോ? ചിലപ്പോൾ നമ്മുടെ ചില വാക്കുകൾ കൊണ്ട് ഒരു തകർന്ന മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ വേദനിച്ച് ആ തകർന്ന മനുഷ്യനെ ഒന്നും കൂടി തകർക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് തകർന്നിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ മറുപടി നൽകേണ്ടത് തർക്കിച്ചുകൊണ്ടല്ല. നിങ്ങളുടെ വിജയം കണ്ട് അവർക്ക് തോന്നണം, അവർക്ക് ആ പറഞ്ഞ വാക്കുകൾ കൊണ്ട് നാണക്കേട് തോന്നണം. സോ അവർക്ക് നിങ്ങൾ തർക്കിച്ച് മറുപടി നൽകാതെ നിങ്ങളുടെ ജീവിതം കൊണ്ട് വിജയം കാണിച്ചു കൊടുക്കുക. ഈ വാക്കുകൾ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇങ്ങനെ മറ്റുള്ളവരുടെ മോശമായ വാക്കുകൾ കേട്ട് തകർന്നിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.